നമ്മളിന്ന് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററുമായിട്ടുള്ള മീറ്റിങ്ങിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സ്റ്റേറ്റിൻ്റെ ആവശ്യം സംബന്ധിച്ച് പറഞ്ഞത്. അത് നമ്മുടെ സംസ്ഥാനത്തിന് ഒരു പുതുതായിട്ടൊരു ഒരു ഒരു ഫിനാൻഷ്യൽ കട്ട് വരുന്നൊരു കാര്യമുണ്ടായി. അത് ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് രൂപീകരിക്കണമെന്ന് സെൻറ്ററിൻ്റെ ഒരു ആവശ്യം ഉണ്ട്. സെൻറ്ററിൻ്റെ ഒരു നിർദ്ദേശമുണ്ട്. അത് ഈ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്ന ആകെ തുകയുണ്ട്. നമ്മൾ കേരളത്തിൽ നിന്ന് ആകെ വിവിധ സ്ഥാപനങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുന്നത്. ആ ഗ്യാരണ്ടി കൊടുക്കുന്ന ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ അവരുടെ ആകെ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് ഉണ്ടാക്കണം. അങ്ങനെ ഫണ്ട് ചെയ്തില്ലെങ്കിൽ ഈ വർഷം അതിനകത്ത് 5% ഓഫ് ദി 5% ആകെ കൊടുത്ത ഗ്യാരണ്ടിയുടെ അത്രയും തുക ഒരു പ്രത്യേക ഫണ്ടായിട്ട് മാറ്റിവെക്കും. അങ്ങനെ അല്ലെങ്കിൽ 0.25% ഓഫ് ദ GSTP ഈ വർഷം അങ്ങനെ ചെയ്തില്ലെങ്കിൽ 0.25% ഓഫ് ദ GSTP അവർ നമുക്ക് തരാവുന്ന ബോറോയിങ് കുറയ്ക്കും. അത് 3300 കോടിയിലധികമാണ് നമുക്കിപ്പോൾ ഈ 9 മാസക്കാലത്തെ ഏതായിട്ട് കുറച്ചേക്കുന്നത്. 3300 കോടി എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ് സ്റ്റേറ്റിനെ സംബന്ധിച്ച്. അത് അങ്ങനെ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് നമ്മളും അതിന് അങ്ങനെ ഒരു റിഡംഷൻ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്പം അതിന് തുക മാറ്റിവെക്കും. അതുകൊണ്ട് ഈ വർഷം അത് അങ്ങനെ കുറയ്ക്കരുത്. കാരണം നമുക്ക് ഓൾറെഡി പല കുറവുകളും വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കിഫ്ബിയുടെ മാത്രം പേരിൽ 4710 കോടി രൂപയാണ് ഈ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ ബോറോയിങ് സ്പേസിൽ നിന്ന് കുറച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ 3300 ചില്ലാനും കോടി രൂപ ഇപ്പോൾ കുറയ്ക്കരുത്. അതിനകത്ത് ഇങ്ങനെ ഞങ്ങൾ ആ റിഡംഷൻ ഫണ്ടിൻ്റെ നിയമമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ നോട്ടിഫിക്കേഷനായി. അതുകൊണ്ട് അത് സംബന്ധിച്ച് കുറയ്ക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു ആവശ്യം. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ മുമ്പത്തെ വർഷം, ഇപ്പോൾ 2025 മാർച്ചിന് മുമ്പ് 2024 മാർച്ച് സാമ്പത്തിക വർഷം നമുക്ക് അന്ന് എടുക്കാൻ അനുവദിച്ച, അന്ന് നിങ്ങൾക്കറിയാം പല കേസും മറ്റൊക്കെ ഉണ്ടായ സമയം, അന്ന് അനുവദിച്ച 1877 കോടി രൂപ തൊട്ട് മുമ്പത്തെ വർഷം കഴിഞ്ഞ മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തെ നമ്മുടെ ആകെ ബോറോയിങ് സ്പേസിൽ നിന്ന് കുറച്ചതിൻ്റെ കണക്ക് പറയുന്നത്, നമ്മുടെ അന്ന് പറഞ്ഞത് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പോലെ ഉള്ള ആ സംവിധാനത്തിൻ്റെ ഭാഗമായി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ അവർ കാൽക്കുലേറ്റ് ചെയ്തതിനകത്ത് കുറവ് വല്ലതും വന്നാൽ ഞങ്ങൾ കുറയ്ക്കുമെന്നാണ്. പക്ഷേ അതിനകത്തൊരു കാൽക്കുലേഷൻ്റെ പ്രശ്നമുണ്ട്. അത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തുക എന്നുള്ള ആവശ്യമാണ്. അത് 3 വർഷത്തെ കണക്കെടുക്കുന്നതിനകത്ത് 1 വർഷത്തെ കണക്കേ എടുത്തിട്ടുള്ളൂ. ബാക്കി 2 വർഷം കഴിയുമ്പോൾ അങ്ങനെ കുറഞ്ഞിട്ടില്ല. നമുക്ക് യഥാർത്ഥത്തിൽ ആ പണം നമ്മൾ കുറയ്ക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ ഒന്ന് കുറയ്ക്കരുത്, പരിശോധിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അതിൻ്റെ കണക്കുകൾ, ആവശ്യമുള്ള കണക്കുകളുണ്ട്, നമുക്കത് കിട്ടേണ്ടതാണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അത് 1822 കോടി രൂപയുടെയാണ് 1877 കോടി രൂപയുടെ ആണ് കുറവ് വന്നിട്ടുള്ളത്. അപ്പം 3300 ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് 1877. ഈ 2 കാര്യങ്ങൾ വരുമ്പോൾ വലിയ തുകയാണ് നമ്മളെ സംബന്ധിച്ച്. ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഇപ്പോൾ വന്ന ഈ വർഷത്തെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് വന്ന കാര്യങ്ങൾ. ഇതുകൂടാതെ മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറഞ്ഞത്, നമ്മുടെ IGST സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയാം, GSTക്ക് 2 പാർട്ടുണ്ട്. സംസ്ഥാനത്തിനകത്ത് നമ്മൾ ശേഖരിക്കുന്ന നികുതി, അന്തർ സംസ്ഥാന ബിസിനസ്സുണ്ട്. പല സംസ്ഥാനങ്ങളിൽ നമ്മൾ സാധനം മേടിക്കും, നമ്മുടെ ഇവിടുന്ന് വേറെ സ്റ്റേറ്റ് സാധനങ്ങൾ മേടിക്കും. അങ്ങനെ വരുന്ന നികുതി IGSTയിലാണ് വരിക. ആ IGST എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആന്ധ്രയിൽ നിന്നൊരു സാധനം മേടിച്ചിട്ട് ഒരു ഹോൾസെയിലറാണെങ്കിൽ അതിന് 1 ലക്ഷം രൂപയുടെ സാധനം മേടിച്ചു, അതിന് 10,000 രൂപ ടാക്സ് കൊടുത്തു. കേരളത്തിൽ വന്ന് വിൽക്കുമ്പോൾ ഞാനത് 1,10,000 രൂപയ്ക്ക് വിൽക്കുന്നത്. ഈ 10,000 രൂപയുടെ ടാക്സ് മാത്രം ഞാൻ കേരളത്തിൽ കൊടുത്താൽ മതി. മറ്റേ 1 ലക്ഷം രൂപയുടെ ടാക്സ് അവിടെ കൊടുത്തത് ആന്ധ്രയിൽ നിന്ന് ഇങ്ങോട്ട് വരണം, സെൻട്രൽ ഗവൺമെൻറ് വഴി വരണം. ഇതാണ് IGSTയുടെ ഈ സെറ്റിൽമെൻറ്റിനകത്ത് ഇൻപുട്ട് ടാക്സ് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളൊക്കെ അതിൽ ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ വരുമ്പോൾ സ്റ്റേറ്റുകൾ, അല്ലെങ്കിൽ പല സ്റ്റേറ്റും പല ബിസിനസ്സുകാരും ഫേക്കായിട്ടുള്ള രജിസ്ട്രേഷൻ എടുക്കുകയും അതിൻ്റെ പേര് തട്ടിപ്പൊക്കെ നടക്കുന്നതിനെ പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ IGST സിസ്റ്റത്തിനകത്തൊരു പോരായ്മയുണ്ടെന്ന് കേരളം ആദ്യം തൊട്ട് പറയുന്നുണ്ട്. കേരളത്തിന് വലിയ നഷ്ടം വരുന്നു. ഞങ്ങൾ പലതവണ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇടപെട്ടിട്ട് കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആ IGST പൂളിനകത്ത് വലിയൊരു തുക കുറവ് വന്നു. ആരോ അനർഹമായിട്ട് എടുത്തിട്ടുണ്ട്. 1 ലക്ഷം രൂപയാണ് ആകെ അവിടെ വരേണ്ടതെങ്കിൽ അത് ഈ 1 ലക്ഷം രൂപയല്ലേ സംസ്ഥാനങ്ങളിൽ പോകാൻ പാടുള്ളൂ, ആകെയുള്ള ടാക്സ് അല്ലേ. പക്ഷേ അതിനേക്കാളും അധികം ഏതൊക്കെയോ ആളുകൾ അധികമായിട്ട് വിഡ്രോ ചെയ്യുന്നു. അങ്ങനെ വന്നപ്പോൾ IGST പൂളിൽ കുറേ തുക കുറവ് വന്നു. കേരളം പോലുള്ള സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്താ? കേരളത്തിനകത്ത് നമ്മൾ കൺസ്യൂമർ സ്റ്റേറ്റാണ്. മറ്റു സ്ഥലത്തു നിന്നാണ് കൂടുതൽ സാധനം വരുന്നത്, ഇവിടെ ഉണ്ടാക്കുന്നത് കുറവാണ്. അപ്പോൾ എപ്പോഴും IGST നമുക്ക് കൂടുതൽ വരേണ്ടതാണ്. നമുക്ക് ആ IGST വരാതെ ഇപ്രാവശ്യം ഈ ആകെയുള്ള IGST പൂളിൽ വന്ന കുറവ് എല്ലാ സ്റ്റേറ്റുകൾക്കുമായിട്ട് അവർ ഡിവൈഡ് ചെയ്ത് കൊടുത്തു.
900 ചില്ലാനം കോടി രൂപയാണ് നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് 965 കോടി രൂപ കഴിഞ്ഞ വർഷത്തെ IGST പൂളിൽ വന്ന കുറവ്. അത് കേരളത്തിന് 965 കോടി രൂപ വെട്ടിക്കുറച്ചു, മറ്റ് സ്റ്റേറ്റുകൾക്കുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് നമുക്കങ്ങനെ വരില്ല, അതങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഇത് ആദ്യമായിട്ടല്ല പറയുന്നത്. IGSTയുടെ കാര്യത്തിനകത്ത് വലിയ സംശയങ്ങൾ നമുക്കുണ്ട്. GST വന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റവും വലിയ നഷ്ടം വരുന്നുണ്ട് IGSTയുടെ കാര്യത്തിൽ. അത് കറക്റ്റ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞു. അത് ഇവിടെ മാത്രമല്ല, GST കൗൺസിൽ പ്രത്യേകമായി പഠിക്കാവുന്നത് പറഞ്ഞിരിക്കുകയാണ്. കാര്യം നോക്കാം, പഠിക്കാം, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിനും അത് നഷ്ടമുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത്. അപ്പോൾ IGST സംബന്ധിച്ച് നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ ആമസോൺ പോലെയൊക്കെ ഉള്ള ഓൺലൈൻ ട്രേഡേഴ്സിൻ്റെയൊക്കെ നമ്മൾ E-way ബില്ലും മറ്റുമൊക്കെ അംഗീകരിച്ചു. പക്ഷേ എന്നാലും ആ പ്രശ്നമുണ്ട്, അത് പഠിക്കാം, വീണ്ടും പഠിക്കാമെന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 965 കോടി രൂപ നമുക്ക് മാത്രമല്ല പല സ്റ്റേറ്റുകൾക്കുണ്ട്. അപ്പോൾ അനർഹമായിട്ട് ആരോ ഇരുന്ന് പിന്നെ ഈ പണം വലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടാക്സ് ക്ലെയിം ചെയ്യുന്നുണ്ട്, ഏതോ ബിസിനസ്സുകാരായിരിക്കാം. അപ്പോൾ അതിനകത്ത് തട്ടിപ്പൊക്കെ വരാമല്ലോ. അത് നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സിസ്റ്റമിക് എറർ ഇൻ ദ സിസ്റ്റം. ഈ IGSTയുടെ ഈ സിസ്റ്റത്തിനകത്തൊരു സമ്പ്രദായത്തിന് തന്നെ, അതിൻ്റെ സിസ്റ്റത്തിന് തന്നെ, ടാക്സേഷൻ രീതിക്ക് തന്നെ ചില കുഴപ്പങ്ങളുണ്ട്. അത് കറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞിരുന്നത്. ഈ 3 കാര്യവും നോക്കാവുന്നുള്ള, അനുഭാവപൂർവ്വമായി പരിഗണിക്കാവുന്നുള്ള സമീപനം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, GST കൗൺസിൽ വിശദമായി പഠിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ IGST പൂളിൽ നിന്ന് വന്നിട്ടുള്ള ആ കുറവിൻ്റെ കാര്യത്തിനകത്ത് വെട്ടിക്കുറച്ചത് സംബന്ധിച്ച്. മറ്റേ 2 കാര്യങ്ങളും ധനകാര്യ വകുപ്പിൻ്റെ പിന്നെ പഠനത്തിൻ്റെ പരിശോധനയുടെ ഭാഗമായിട്ട് ആ കാര്യം ചെയ്യും, നോക്കാം. അത് നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിദേശ ഫണ്ട് കേരളത്തിന് അനുവദിച്ചില്ല എന്നൊരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ടല്ലോ. മഹാരാഷ്ട്രയ്ക്ക് ഒരു അനുവദിക്കുകയും ചെയ്യുന്നു. അത് ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അത് ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു വിഷയമല്ല. വാസ്തവത്തിൽ അത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അത് പബ്ലിക്കായിട്ട് തന്നെ പറഞ്ഞിരുന്നു. ഇനിയായാലും ആ കാര്യം സംബന്ധിച്ച് സംസ്ഥാനം ശ്രദ്ധയിൽപ്പെടുത്തുകയും പാർലമെൻറ്റിലും അതുപോലെ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള എഴുത്തുകുത്തുകൾ വരേണ്ടതാണ്. ഇന്നത്തെ ഈ 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയാനാണ്. മറ്റേതൊരു പൊതുവിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഈ പിന്നെ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിനോട് ഇപ്പോൾ അവർ കൊടുക്കാൻ തീരുമാനിച്ചു. അത് നമ്മൾ അനുകൂലിക്കുന്നു. കാരണം ഒരു സ്റ്റേറ്റിന് ദുരിതം വന്നാൽ കൊടുക്കണം. പക്ഷേ കേരളത്തിന് ഇത് നേരത്തെ വന്നില്ല എന്ന് മാത്രമല്ല, നേരത്തെ ഉള്ളത് പോട്ടെ, ചൂരൽമല ദുരന്തം വന്നപ്പോൾ പോലും നമുക്കിത് അവൈൽ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് അങ്ങനൊരു ആർക്കുമേ കൊടുക്കണ്ട, വിദേശത്തുനിന്ന് വാങ്ങാനേ പാടില്ല എന്നൊരു സമീപനം എടുക്കുന്നതല്ല ശരി. ഇതുപോലെ ദുരന്തവും ബുദ്ധിമുട്ടും വരുമ്പോൾ വിദേശമെന്ന് മാത്രമല്ലെന്ന്, നമ്മുടെ എത്രയോ മലയാളികളും എത്രയോ ഇന്ത്യക്കാരും എത്രയോ രാജ്യത്തുണ്ട്, ലോകത്തെല്ലാം നമ്മളില്ലേ. അപ്പോൾ നമ്മളൊന്ന് വിചാരിച്ചാൽ ഇങ്ങനൊരു ദുരന്തം വരുമ്പോൾ നമുക്കില്ലേ, കിട്ടില്ലേ? നമ്മുടെ ചൂരൽമല മേഖലയിൽ തന്നെ എത്രയോ പേരുടെ സപ്പോർട്ട് വരുമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള സമീപനം എടുക്കരുത്. ഇപ്പോൾ ഏതായാലും കൊടുക്കാൻ തീരുമാനിച്ചത് നല്ലതാണ്. ഇനി മറ്റ് സ്റ്റേറ്റുകൾക്കും ഇതേപോലെ ദുരന്തം വരാം. ദുരന്തവും ദുരിതവും വരരുതെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പ്രകൃതിക്ഷോഭവും പ്രശ്നങ്ങളും ഒക്കെ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരെയും തുല്യനിലയിൽ കാണണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി അത് റേസ് ചെയ്യും, ആ കാര്യം റേസ് ചെയ്യും. ആ കാര്യം അന്നേരം ഒന്ന് നമുക്കിത് വീണ്ടും ഇത് ആ തരത്തിൽ ഔദ്യോഗികമായി തന്നെ നമ്മുടെ ആവശ്യങ്ങളായിട്ട് ഉന്നയിക്കാം. നമ്മളിങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പം കേരളത്തിന് നമ്മളിപ്പോൾ നാളെ ഒരു ദുരന്തം വരുന്നത് എവിടെയാണ്, ഏത് സ്റ്റേറ്റിനാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ദുരന്തം വന്നിട്ടില്ല, ദുരന്തം വരുമ്പം ദുരന്തങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടുള്ള സമീപനത്തിനകത്ത് ഇത് ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ സ്റ്റേറ്റും ആവശ്യപ്പെടാൻ പറ്റും. പിന്നെ പാർലമെൻറ്റ് പോലുള്ള വേദികളിൽ മറ്റ് ദേശീയ തലത്തിലെ വേദികളുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഫിനാൻസ് മിനിസ്റ്റേഴ്സിൻ്റെ യോഗം വിളിക്കാറുണ്ട് പല ഇഷ്യൂസും ചർച്ച ചെയ്യാൻ. അതുപോലെ മറ്റ് കാര്യങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്ന വേദികളുണ്ട്. അപ്പോൾ ഈ എവിടെയെങ്കിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ എന്തായാലും തീർച്ചയായും ചർച്ച ചെയ്യപ്പെടും. കാരണം ഇതാദ്യമായിട്ടാണ് മഹാരാഷ്ട്രയുടെ ഒരു വിഷയം നമ്മുടെ മുന്നിൽ വന്നത്. അതുകൊണ്ട് ഇനി അത് എന്തായാലും ചർച്ച ചെയ്യപ്പെടും. അത് സംബന്ധിച്ച് നിയമത്തിന് ആവശ്യമായ ഭേദഗതിയോ വേറെ റൂൾസോ ഒക്കെ ഉണ്ടാക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്ലൈ ചെയ്താൽ കിട്ടുന്നില്ലല്ലേ നമ്മൾ ഇക്കാര്യത്തിനകത്ത് ഇതിനകത്ത് ഞങ്ങൾ മഹാരാഷ്ട്രയ്ക്ക് കൊടുത്തു, അതുകൊണ്ട് മഹാരാഷ്ട്രയ്ക്ക് കൊടുക്കരുതെന്നല്ല പറഞ്ഞു. മഹാരാഷ്ട്രയ്ക്ക് കൊടുക്കണം, പക്ഷേ ഇതുപോലെ സ്റ്റേറ്റുകൾ കൊടുക്കണം. അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒക്കെ സാങ്കേതികത്വമില്ല. നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നം അല്ല. അന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, സുതാര്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇന്ന് പറയുന്നത് കേട്ടോ. സുതാര്യമായിട്ടുള്ള സമ്പ്രദായം ഉള്ളതുകൊണ്ടാണ്. ഏറ്റവും സുതാര്യമായിട്ടുള്ള സമ്പ്രദായം എന്താ? ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടൻറ്റ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് CAG അണ്ടറിൽ വരുന്ന ഓഡിറ്റ് സമ്പ്രദായമുള്ള നമ്മുടെ സർക്കാരിൻ്റെ അക്കൗണ്ടിലാണ് ഇപ്പോൾ നമ്മുടെ ദുരിതാശ്വാസവും അതോടൊപ്പം CMDRF ഒക്കെ കിടക്കുന്നത്. അപ്പോൾ അതിനേക്കാളും വലിയ സുതാര്യതയുടെ പ്രശ്നമൊന്നുമില്ല. പിന്നെ വിദേശത്ത് നിന്ന് മേടിക്കുന്ന കേന്ദ്ര സർക്കാർ അറിയാതെ ഒരാൾക്ക് മേടിക്കാൻ പറ്റില്ലല്ലോ. ത്രൂ കേന്ദ്ര സർക്കാരിലേ വരാൻ പറ്റൂ. നമ്മൾ ഇവിടുന്ന് ഒരു ദുരിതാശ്വാസം മറ്റൊരു രാജ്യത്തിന് കൊടുക്കണമെന്ന് വെച്ചോ, കേരള ഗവൺമെൻറ് കുറച്ച് പണമായിട്ട് ഇവിടുത്തെ ധനകാര്യമന്ത്രിയോ വേറൊരു മന്ത്രിയോ പോയിട്ട് അവിടെ പോയി കൊടുക്കാൻ പറ്റത്തില്ല. അത് ഇന്ത്യ ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ച് ഇന്ത്യ ഗവൺമെൻറ് വഴിയേ പോകാൻ പറ്റും.
അത് ഇന്നത്തെ മീറ്റിംഗിൽ പറയുമെന്നായിരുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ അത് പറയേണ്ട വിഷയം ഇന്നത്തെ മീറ്റിംഗിൽ പറയേണ്ട, അത് നിങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അന്നത്തെ ഞാൻ പോയപ്പോൾ പറഞ്ഞു ഇന്നത്തെ മീറ്റിംഗിൽ അത് പറയേണ്ട വിഷയമില്ല. നമ്മൾ ഈ 3 കാര്യങ്ങൾ ഫോക്കസ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്തില്ലേ പോകുന്നത്. IGST എല്ലാ സംസ്ഥാനങ്ങളിലും ചേർന്ന പ്രത്യേക ഒരു സെക്രട്ടേറിയറ്റ് സംവിധാനമാണ്. അപ്പോൾ അതിനകത്ത് ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കാൻ വേണ്ടി പറയും. കാരണം എല്ലാ സംസ്ഥാനങ്ങളും ബാധിക്കുന്നതാണ്. എവിടോ കുറവ് വന്നാൽ എവിടോ കൂടുതൽ വന്നെന്ന് ഉറപ്പല്ലേ. എവിടെ കൂടുതൽ വന്നിട്ടുള്ളത് വേറെ ആരുടെയും കുറച്ചിട്ടുമാണ്. അപ്പോൾ ഇത് നല്ലപോലെ പഠിച്ചിട്ടേ പറ്റൂ. ഇത്രയും രൂപ പോയിട്ടുണ്ട്. കേരളം പറയുന്നത് നമുക്ക് 965 കോടി രൂപ കുറയാൻ പാടില്ല. അപ്പോൾ ചില നമ്മൾ കേരളത്തിൽ തന്നെ ചില രജിസ്ട്രേഷൻ എടുത്തിട്ട് മറ്റ് സ്ഥലത്തേക്ക് പോയി അവിടുന്ന് നമ്മുടെ ഇവിടെ പണം അടച്ചെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ടാക്സ് ഇൻപുട്ട് കേട്ടിട്ട് കേസ് നമ്മൾ ശ്രദ്ധപ്പെട്ടിരുന്നു. ഉദാഹരണം അടയ്ക്ക ബിസിനസ്, നമ്മുടെ പാക്ക് അടയ്ക്ക, അതുപോലെ പ്ലൈവുഡ്, ഇങ്ങനെയൊക്കെയുള്ള ചില കേസുകൾ പണ്ട് അറസ്റ്റ് ചെയ്തിരുന്നു. അത് കർണാടകയും നമ്മളും കൂടെ ചേർന്ന് തന്നെ സംയുക്ത ഓപ്പറേഷനിൽ കൂടെ ചില ആളുകൾ പിടിച്ചു. അതായത് ഇവിടെ രജിസ്ട്രേഷൻ എടുക്കും, എന്നിട്ട് ഇവിടുന്ന് പിന്നെ 1000 ടണ്ണോ അല്ലെ 500 ടണ്ണോ അടയ്ക്ക കൊണ്ടുപോകുമെന്ന് എഴുതും. അടയ്ക്ക ഇവിടുന്ന് പോകുന്നില്ല. എന്നിട്ട് അവിടെ ചെന്നിട്ട് അടയ്ക്കയുടെ ബാക്കി കൊടുക്കുമ്പം ഈ രജിസ്ട്രേഷൻ കാണിച്ച് ഇവിടെ ടാക്സ് അടച്ചെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അവർ കൊടുക്കേണ്ട ടാക്സിൽ റെഡ്യൂസ് ചെയ്യും. അപ്പം അതിൻ്റെ ഫലമായിട്ട് എന്താ, ഇവിടുന്ന് നമ്മൾ അടച്ചെന്ന് പറയുന്ന ടാക്സ് ആ സ്റ്റേറ്റിന് പോകും, നമുക്ക് കിട്ടിയിട്ടുമില്ല. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ തട്ടിപ്പുള്ളത്. ഇത് നേരത്തെ വളരെ വലിയ അന്വേഷണം നടത്തി കുറേ പേരെ പിടിച്ചു അറസ്റ്റ് ചെയ്തു അകത്തിട്ടു, ഫേക്ക് ID വെച്ചിട്ട് മേടിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ വന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ. അത് നോക്കണമെങ്കിൽ വളരെ ഗൗരവതരമായി നോക്കി പരിശോധിക്കാതെ പറ്റത്തില്ല. പുതിയ സാമ്പത്തിക വർഷത്തിലെ ഇപ്പം ഇതെല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ ഒരു 10,000 കോടി രൂപയുടെ അടുത്ത് കുറവ് വരുന്നില്ലേ? അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ? അല്ലേ, അങ്ങനെ അത്രത്തോളം വരില്ലേ ഏകദേശം നമ്മളിപ്പോൾ കണക്ക്? ഇപ്പോൾ ഈ പറഞ്ഞ 3300-ഉം 2000, അപ്പം 3 2 5 6000, 7000 കോടിയോളം കുറവ് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് 7000 കോടിയോളം കുറവ് വന്നാൽ അതിനകത്ത് കുറേ അല്ല, അത് വേറെ ഉണ്ട്, അത് വേറെ ഉണ്ട്. അപ്പോൾ അത് എല്ലാം ഉള്ളപ്പോഴാണ് കഴിഞ്ഞ 4 വർഷം നമ്മൾ ഇതിനിടെ കൂടെ തുഴഞ്ഞു പോയത്. നിങ്ങൾ അതാ മനസ്സിലാക്കണ്ടേ. ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, സിമ്പിളായി പറഞ്ഞാൽ കൈയും കാലും കെട്ടിയിട്ടിട്ട് വെള്ളത്തിൽ കൊണ്ട് നീന്തി ഇയാൾ രക്ഷപ്പെട്ടോ, താൻ നീന്തി രക്ഷപ്പെട്ടാളാൻ അനുവാദം തരുന്നു എന്ന് പറയുന്ന പോലെയാണ് കേരളത്തെ ഈ കാര്യങ്ങളിലൊക്കെ കൈകാര്യം ചെയ്തത്. അതിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് പോകുന്നത്. അതുകൊണ്ട് ചെറിയൊരു പ്രവർത്തനമല്ല നമ്മുടെ കേരളീയരാകെ നടത്തുന്നത്. അതിനകത്ത് തന്നെയാണ് നമ്മൾ നിന്നുകൊണ്ടാണ് വിഴിഞ്ഞം നടപ്പിലാക്കിയതും മറ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പണം റോഡും പിന്നെ യൂണിവേഴ്സിറ്റീസും സ്കൂൾസും ആശുപത്രിയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ കുറവ് വരാൻ പാടില്ല. ഇതിപ്പോൾ ഈ വർഷം പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിച്ചിട്ട് പെട്ടെന്ന് വരുന്നതാണ്. ഈ 3300 നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ല. അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ 2000 കോടി രൂപ നമ്മൾ പ്രതീക്ഷിച്ചല്ല, കിട്ടിയതാണല്ലോ. അത് നോക്കി അത് റീസണബിളായിട്ട് നോക്കുമെന്നുള്ള പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ്. നമ്മളത് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിനകത്തൊരു പിന്നെ ന്യായമായിട്ട് ആ കാര്യത്തിനകത്തൊരു തീരുമാനം വരുമെന്ന് കരുതുന്നു. IGSTയുടെ കാര്യത്തിനകത്ത് എല്ലാ സ്റ്റേറ്റുകൾക്കും ഈ പ്രശ്നമുണ്ട്. അതായത് അഫക്റ്റഡ് ആയിട്ടുള്ള കുറേയേറെ സ്റ്റേറ്റുകളുണ്ട്. ബിസിനസ്സുകാർ അതിന് ചെയ്യുന്നത് സ്റ്റേറ്റുകളെയും പറ്റിച്ചിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഗൗരവമായി പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒറ്റയടിക്ക് പറ്റുന്നില്ല, അവർ നോക്കിയിട്ട് അതെടുക്കും.